So good morning, good afternoon and good evening, whatever time you're watching, welcome back to SSC മലയാളി. സോ നമ്മളിങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളുകളായി അല്ലേ? അതിൻ്റെ ഇടയിൽ നമ്മുടെ എക്സാം മൊത്തത്തിൽ മാറ്റിവെച്ചു. അപ്പോൾ പുതിയൊരു എക്സാം ഡേറ്റിന് വേണ്ടി എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പം എക്സാം മാറ്റിവെച്ചല്ലോ, ഇനി ധാരാളം സമയമുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ആരും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ലോ ഡൗൺ ചെയ്യരുത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പഠിക്കാതെ വിട്ടുകളഞ്ഞ ചില വൊക്കാബുലറി ഭാഗങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പഠിച്ച് മൊത്തത്തിലൊരു ബൂസ്റ്റ് കൊടുക്കാൻ പറ്റിയ സമയമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത് മുൻ വർഷത്തെ GD പരീക്ഷകളിലൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഗ്രാമർ നിയമങ്ങളാണ്. അപ്പം ഓരോ ചോദ്യങ്ങളിലൂടെ ആയിരിക്കും ആ നിയമങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓൺ ടു ദ സ്ക്രീൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. എ പാർട്ട് ഓഫ് ദ ഓൾഡ് ബ്രിഡ്ജ് അണ്ടർ റിപ്പയർ കൊളാപ്സ് ഇൻ മുംബൈ യെസ്റ്റർഡേ ഈവനിങ്. ഓക്കെ, അപ്പോൾ മുംബൈയിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു പാലത്തിന്റെ ഒരു ഭാഗം ഇന്നലെ വൈകുന്നേരം തകർന്നു വീണു എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പൊ നോക്കി, ഇവിടെ ഒരു വെർബ് കാണാം, കൊളാപ്സ്. ഇതാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത്. കൊളാപ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തകരുക. സിനോണിംസ് എഴുതിക്കോ. ഫോൾ അപ്പോർട്ട്, ബ്രേക്ക് ഡൗൺ, ക്രംബിൾ. ക്രംബിൾ ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട്. ക്രംബിൾ ചെയ്യുക, അതായത് മൊത്തത്തിൽ പൊട്ടി തകരുന്നതിനാണ് എന്ത് പറയുക? ക്രംബിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഫോൾ ഡൗൺ എന്ന് പറയും. ഫോൾ ഡൗൺ. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ കൊളാപ്സ് എന്ന വാക്കിന്റെ സിനോണിംസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വൊക്കാബുലറി കുറച്ചും കൂടി റോബസ്റ്റ് ആകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നോക്കിയിട്ട് ഇത് എപ്പോൾ സംഭവിച്ചതാണ്? കൃത്യമായി ടൈം റെഫറൻസ് ഉണ്ടോ? ഉണ്ട്. ഏത്? യെസ്റ്റർഡേ ഈവനിങ്, ഇന്നലെ സംഭവിച്ച കാര്യമാണ്. അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യം. നമുക്കറിയാം, കൃത്യമായ സമയത്ത് പാസ്റ്റിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞ ടെൻസിലാണ് പറയേണ്ടത്. എന്താ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് V2. ഇതല്ലടാ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ സബ്ജക്റ്റ് ഏതാ? ബ്രിഡ്ജിന്റെ ഒരു ഭാഗം. ഇതാണ് സബ്ജക്റ്റ് എങ്കിൽ ഈ വെർബ് കൊളാപ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണോ? നാളെ സംഭവിക്കാൻ പോകുന്നതാണോ? അല്ല, സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ V2യിലേക്ക് എഴുതുമ്പോ കൊളാപ്സ്ഡ് എന്ന് പറയും. തകർന്നു. തകരുന്നു എന്നല്ല പറയേണ്ടത്, തകർന്നു. അപ്പം ടെൻസ് ഇൻകൺസിസ്റ്റൻസി ആണ് അവിടുത്തെ ഒരു എറർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടെൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ആവശ്യമായിട്ടുള്ള ടൈം റെഫറൻസ് ഒക്കെ ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണും. ഇത് പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേടാ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് വാസ് പ്രസന്റ് ഇൻ ദ ക്ലാസ്. ഇപ്പം ടീച്ചറും ഉണ്ടായിരുന്നില്ല, കുട്ടികളും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നൈദർ എന്ന് പറഞ്ഞ എപ്പോഴും ഉപയോഗിക്കാന്നറിയോ? അതുമല്ല ഇതുമല്ല. നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്ന അർത്ഥത്തിലാണ്. ഒരു നെഗറ്റീവ് ടോൺ ആട്ടോ. നൈദർ നോർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഫുൾ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നോക്കി, ഒരു ടീച്ചർ ഉണ്ട്, ടീച്ചർ സിംഗുലർ ആണ്. ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, പ്ലൂരൽ ഉണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ രണ്ട് സബ്ജക്റ്റുകളുണ്ട് അല്ലേ? ഇതിനെ രണ്ടിനെ എന്തുപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നത്? നെഗറ്റീവ് വോളികളായിട്ടുള്ള നൈദറിനെയും നോറിനെയും ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ ഇതിലെ വെർബ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന നൗണിന്റെ അതേ നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. നൈദർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിൽ അത്തരം സെന്റൻസുകളെ വെർബിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നറിയോ? അടുത്ത് കിടക്കുന്ന ആളുടെ അതേ സ്വഭാവമായിരിക്കും. അടുത്താരാ കിടക്കുന്നത്? സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വെർബ് എന്താവും എന്നറിയോ? പ്ലൂരൽ ആകും. അപ്പൊ ഇവിടെ വാസു വരത്തില്ല. വാസിന്റെ ചേട്ടനായിട്ടുള്ള വേറിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഇപ്പൊ ഇവിടുത്തെ എറർ ഏതാടാ? വാസല്ല, വേറാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. വാസ് എന്തായി മാറും? വേറായി മാറും. അപ്പൊ എന്റെ കാരണം മനസ്സിലായി. നമ്മൾ മുല്ലപ്പൂവിന്റെ അടുത്ത് കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നൊരു മലയാള ചൊല്ലില്ലേ? അതങ്ങ് ആലോചിച്ച് വെച്ചാൽ മതി. നൈദർ നോർ ഉണ്ടോ? തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ നോക്കുക. ഇനി നൈദർ നോറിന് മാത്രമല്ല, നമ്മുടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ കേട്ടിട്ടില്ലേ? അത് മാത്രല്ല ഇത് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ആരാണ്? ഐദർ ഓർ. ഓക്കെ, പിന്നെ നമ്മുടെ നൈദർ നോർ കേട്ടോ. നൈദർ നോർ. ഓക്കെ, അപ്പൊ ഇവ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളുടെ വെർബിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇറ്റ് അഗ്രീസ് വിത്ത് ദ വെർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസസ്റ്റ് ടു ഇറ്റ് കേട്ടോ. അടുത്തിരിക്കുന്ന നിയറസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്നാണ് വിളിക്കുക. ഒരുപക്ഷെ ഈ ടീച്ചർ ഇപ്പുറത്തും സ്റ്റുഡൻസ് ഇപ്പുറത്തും ആയിരുന്നെങ്കിലേ
അടുത്ത ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വാസ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ടീച്ചർ അപ്പുറത്താണ്, സ്റ്റുഡൻസ് ആണ് അടുത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ സി പാർട്ടിലാണ് ഇതിന്റെ എറർ വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. ആൻഡ് മൂന്നാമത്തെ ചോദ്യം, എവ്രി വൺ ആർ എൻടൈറ്റിൽഡ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ് ഇൻ ദ മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, എല്ലാവർക്കും. ഇവിടെ സബ്ജക്റ്റ് ഏതാടാ? സബ്ജക്റ്റ് ഏതാ? എവ്രി വൺ. എവ്രി വൺ. ഈ എവ്രി വൺ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് പ്ലൂരൽ ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല. നമ്മളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എവ്രി വൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോടാ? സിംഗുലർ ആണ്. എവ്രി വൺ എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കൂടെ വരുന്ന വെർബ് എന്താവണം? സിംഗുലർ ആവണ്ടേ? അപ്പൊ അവിടെ ആറിനെ ഇരുത്തുന്നത് മോശമല്ലേ? എന്ത് ചെയ്യണം? ആറിനെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഈസ് ഇട്ടു. കാരണം ഈസ് നമുക്കറിയാം, എസ് ചേർന്നിരിക്കുന്ന ക്രിയാരൂപങ്ങളാണ് എന്ത്? ഇംഗ്ലീഷിൽ സിംഗുലർ എന്ന് പറയുന്നത്. അല്ലാത്തതെല്ലാം പ്ലൂരലാ. ഈസ്, വാസ്, ഹാസ് എല്ലാം സിംഗുലർ. ഹാവ്, വേറ്, ആർ എല്ലാം പ്ലൂരൽ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം എവ്രി വൺ ഈസ് എന്നാണ് വരിക. അപ്പം എവ്രി വണ്ണിനെ പോലെ ചില വാക്കുകളുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ ലിസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം ഒന്ന് എവ്രി വൺ എഴുതിക്കോ. എവ്രി വൺ, someone, anyone, somebody, anybody, no one, nobody, one, something, everything, nothing, എനിത്തിങ്. അപ്പം ഈ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചോടാ. ഇവന്മാരെല്ലാം എന്താണെന്നറിയോ? സിംഗുലർ ആണ്. ഈ പറഞ്ഞ മൊത്തം ആൾക്കാരില്ലേ, എല്ലാവരും നമ്മളെ പോലെ സിംഗിൾസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കൂടെ വരുന്ന വെർബും എന്താവൂടാ? വെർബും സിംഗുലർ ആകും കേട്ടോ. ഓക്കെ, വെർബ് എന്താവും? സിംഗുലർ ആകും. അപ്പൊ എവരി വൺ, സം വൺ, എനി വൺ, സംബഡി, എനിബഡി, നോ വൺ, നോ വൺ, നോ വൺ, സംതിങ്, എവറിത്തിങ്, നത്തിങ്, എനിത്തിങ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പം, ദ ബോയ് വിച്ച് സ്റ്റോൾ ദ ബൈസൈക്കിൾ ഹാസ് ബീൻ കോട്ട്. അപ്പൊ സൈക്കിൾ മോഷ്ടിച്ച കുട്ടിയെ പിടിച്ചു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടിയിരുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഇവിടെ വിച്ച് കാണാം അല്ലേ? ഈ സാധനത്തെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ, ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ. ഓക്കെ, അപ്പം ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺസ് ചെയ്യാനെന്ന് എഴുതാം. ഒന്ന് നമ്മുടെ വിച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ ദാറ്റ് ഉണ്ട്, പിന്നെ ഹൂ ഉണ്ട്, ഹൂമുണ്ട്. ഇവയാണ് ഇംഗ്ലീഷിലെ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ. എന്തിനിത് ഉപയോഗിക്കുന്നതെന്നറിയോ? ഒരു നാമത്തോട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചേർത്ത് വെക്കാൻ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ചേർത്ത് വെക്കാൻ ഒരു പശ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ത്? റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടിയെക്കുറിച്ച് ഒരു കാര്യം ചേർത്ത് വെക്കാനാണ്. ഏത് കുട്ടി? ആ സൈക്കിള് മോഷ്ടിച്ച കുട്ടിയാണല്ലേ, അവനെയാണ് പിടിച്ചത്. ഇപ്പൊ സൈക്കിള് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ അല്ലേ, അത് ചേർത്ത് വെക്കാനാണ്. അപ്പം ഇവിടെ വിച്ച് ചേരുന്നത് ബോയിയോടാണ്. ബോയ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അല്ലേ, മനുഷ്യനല്ലേ? മനുഷ്യനായതുകൊണ്ട് ഇവിടെ നമുക്ക് വിച്ച് ചേർക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ എന്ത് ചേർക്കണം? ഹൂ ചേർക്കണം. ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ വിച്ചും ദാറ്റും എന്തിനും ആർക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നറിയോ? നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നോൺ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അതിൽ ആനിമൽസ് വരും, ഒബ്ജക്ട്സ് വരും, പ്ലാന്റ്സ് വരും, ഐഡിയാസ് വരും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിച്ചും ദാറ്റും ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ എന്തിനാ ഹൂം ഉപയോഗിക്കുന്നത്? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പീപ്പിൾ, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്ത്? ഹൂം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ബോയ് ഹൂ ആയതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചു? ഹൂ വെച്ചു. ഇനി അപ്പോൾ ഇവിടെ ഒരു വസ്തു ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് വെക്കണം? വിച്ചോ ദാറ്റോ ഒക്കെ വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ ബി പാർട്ടിലാണ് എറർ വരുന്നത് എന്ന് മനസ്സിലാക്കി. ഇവിടെ വിച്ച് അല്ല, ഇവിടെ എന്താണ്? ഹൂ ആണ്. കാരണം നമ്മൾ ബന്ധിപ്പിക്കുന്നത് മനുഷ്യനോടാണ്. ഓക്കെ, സിമ്പിൾ. അഞ്ചാമത്തെ നോക്കിയേ, ദ റിപ്പോർട്ട് വിച്ച്. ഏത് കണ്ടോ? ഇവിടെ കണ്ടോ വിച്ച് ചേർത്ത കണ്ടോ? കാരണം റിപ്പോർട്ട് എന്താണ്? റിപ്പോർട്ട് നോൺ ഹ്യൂമൻ ആണ്, ഒരു ഒബ്ജക്റ്റ് ആണല്ലേ. യെസ്, അപ്പോൾ റിപ്പോർട്ട് വിച്ച്. അതല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങൾ നോക്കിയേ, വിച്ച് ഹീ ഈസ് ഗോയിങ് ടു സബ്മിറ്റ് ടുഡേ കണ്ടെയ്ൻ സെവറൽ ഇനാക്യുറസീസ്. ഇനാക്യുറസീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് എന്നാണ് കേട്ടോ. എറേഴ്സ് അല്ലെങ്കിൽ ഫോൾട്ടുകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. ഓക്കെ,
ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഏത് റിപ്പോർട്ട്? അവൻ ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ട് കണ്ടോ, ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ചില തെറ്റുകളുണ്ട് എന്നാണ് ഈ സെന്റൻസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാടാ? റിപ്പോർട്ടല്ലേ, നമ്മൾ റിപ്പോർട്ടിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഇതാണ് സബ്ജക്റ്റ്. ഒരു റിപ്പോർട്ടല്ലേ ഉള്ളൂ, അതായത് സിംഗുലർ അല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന അർത്ഥത്തിലുള്ള വെർബും എന്താവണം? ഇതാണ് നമ്മുടെ വെർബ്. വെർബും സിംഗുലർ ആവണ്ടേ, കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണല്ലോ. വെർബിനെ എങ്ങനെയാ സിംഗുലർ ആക്കുന്നത്? ആ ഒരു എസ് ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എസ് ചേർന്നിരിക്കുന്ന എല്ലാ ക്രിയാരൂപങ്ങളും എന്താണ്? സിംഗുലർ ആണ്. അപ്പം ഞാനത് ഇവിടെ ഒരു എസ് ഇട്ട് കണ്ടെയ്ൻസ്. കണ്ടോ, സെന്റൻസ് ശരിയായി. സബ്ജക്റ്റ് സിംഗുലർ, കൂടെ വരുന്ന വെർബും സിംഗുലർ. ദ സെന്റൻസ് ഹാസ് ബിക്കം ഗ്രാമാറ്റിക്കലി പക്ക, അടിപൊളി. ഓക്കെ, അപ്പം നോക്കിയിട്ട് ഇവിടെ കണ്ടെയ്ൻസ്. അപ്പം നമ്മുടെ ബി പാർട്ടിലാണ് എറർ വരുന്നത്. കണ്ടെയ്ൻ എന്താ അവിടെ? കണ്ടെയ്ൻസ് ആയി മാറും. ഓക്കെ, എസ് ഇട്ടാൽ എല്ലാ ക്രിയാരൂപങ്ങളും എന്താവും? സിംഗുലർ ആവും കേട്ടോ, മറക്കരുതേ. ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആറാമത്തെ നോക്കി. ഇനി കുറച്ച് സ്പീഡിൽ നിന്ന് പോവാം അല്ലേ. ഇഫ് ഐ വാസ് ദ പ്രസിഡന്റ് ഐ വുഡ് ഇംപ്ലിമെന്റ്. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാരി ഔട്ട് ചെയ്യുക, നടത്തുക, കൊണ്ടുവരിക എന്നൊക്കെയാണ് കേട്ടോ. ക്യാരി ഔട്ട്, എൻഫോഴ്സ് അല്ലെ, എനാക്ട്. ഓക്കെ, പോളിസീസ് ദാറ്റ് വുഡ് ഇംപ്രൂവ് ദ കൺട്രീസ് എക്കോണമി ആൻഡ് ക്രിയേറ്റ് മോർ ജോബ്സ്. അപ്പം ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കുറേ എന്താണ് പറയുക, ജോബ് അവസരങ്ങൾ, ജോലി അവസരങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല കൺട്രിയുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ ഞാൻ ഇംപ്രൂവ് ചെയ്യുന്ന പോളിസീസ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഞാൻ പ്രസിഡന്റ് ആയോ ആകുവോ അറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലേ, ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കടാ, ഇതല്ലേ നമ്മുടെ ആഗ്രഹം പറയുന്ന ഭാഗം. ഇവിടെ വാസ് അല്ല വരിക, വേറാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, ഐ വാസ് പ്ലേയിങ്, ഐ വാസ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, എങ്ങനെയാ വേറ് വന്നേന്ന്? എടാ, നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്. ഞാൻ പ്രസിഡന്റ് ആണോ? അല്ല. ഇല്ലാത്തൊരു കാര്യം പറയുമ്പം ഇല്ലാത്തൊരു സ്ട്രക്ചർ, കേട്ട് കേൾവിയോ കണ്ടു കേൾവിയോ ഇല്ലാത്ത, കണ്ടതോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇഫ് ഐ വെയർ ദ പ്രസിഡന്റ് എന്നാവും, ആയിരുന്നെങ്കിൽ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക. അതായത് എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ കൃത്യമായിട്ട് ഞാനിതാ താഴെ എഴുതാം. നമുക്ക് ആദ്യം എന്ത് വേണം? ഇഫ് വേണം, കാരണം കണ്ടീഷനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇഫിന് ശേഷം സബ്ജക്റ്റ്, അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. നമ്മളിവിടെ വെർബ് ഏതാ എടുക്കുക എന്നറിയോ? വേറാണ്. ആര് വന്നാലും വേറാണ്. കണ്ടോ, വീണ്ടും സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ, അവൾ ഒരു പണക്കാരി ആയിരുന്നെങ്കിൽ എന്നങ്ങനെ പറയും? ഇഫ് ഷീ, നോർമലി അവിടെ വാസാണ് വരേണ്ടത്, പക്ഷെ ഇവിടെ പ്രത്യേക ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറിട്ടു. കണ്ടോ, ഇഫ് ഷീ വെയർ റിച്ച്, പൈസക്കാരി ആയിരുന്നെങ്കിൽ അവൾ ഒരു കാറ് വാങ്ങിയേനെ. ഷീ വുഡ് ബൈ എ കാർ. കണ്ടോ, അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചു, ആവശ്യം വരും. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നോക്കുക. ഓക്കെ, എൻ്റെ അടുത്ത് നോക്കിയേ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി സിൻസ് 5 years ആൻഡ് ഹാസ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഫീൽഡ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അവനിങ്ങനെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് എക്സ്പീരിയൻസ് അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വർഷമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? 5 വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിപ്പോഴും തുടരുന്നുണ്ട്, 5 വർഷമായി. അപ്പം ഈ 5 years എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് ആണോ, ഒരു ഡ്യൂറേഷൻ ആണോ? ഒരു കാലപരിധിയല്ലേ, ഡ്യൂറേഷൻ അല്ലേ. അപ്പം നമ്മുടെ നിയമം എത്രയേ ഉള്ളൂ? ഡ്യൂറേഷൻ പറയുമ്പോഴേ അതിനു മുമ്പിൽ നമ്മൾ സിൻസ് അല്ല ഉപയോഗിക്കുക, നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഫോർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ സിൻസ് എപ്പോഴാണ്, ഫോർ എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഒന്ന് ക്ലാരിഫൈ ചെയ്തു തരാം. കൃത്യമായ പോയിന്റ് പറയുമ്പോഴേ നമ്മൾ സിൻസ് ഉപയോഗിക്കുക. പോയിന്റ് ഇൻ ടൈം ആണെങ്കിൽ സിൻസും, ഡ്യൂറേഷൻ ആണെങ്കിൽ ഫോറും. ഇപ്പോൾ ഫോർ 5 years, ഫോർ 5 hours, ഫോർ 5 weeks, ഫോർ 5 days, അങ്ങനെയൊക്കെ ആണെങ്കിൽ 4. ഇനി ഇന്നത് മുതൽ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുതൽ എന്നാണ് കേട്ടോ. ഇന്നത് മുതൽ എന്നാണെങ്കിൽ സിൻസ്.
ബുധനാഴ്ച മുതൽ, അല്ലെ കുട്ടിക്കാലം മുതൽ, 5 മണി മുതൽ, രാവിലെ മുതൽ, ഇങ്ങനെയൊക്കെ കൃത്യമായ പോയിന്റ് ആണെങ്കിൽ എന്താണ് സിൻസും. ഓക്കെ, നോക്കിയേ, ദ കമ്മിറ്റി ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ മീൻസ് ഡിസ്കഷൻ, കേട്ടോ, ചർച്ചകൾ, വലിയൊരു ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് ചർച്ചകൾക്ക് ശേഷം, ദ കമ്മിറ്റി ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തല്ലോ. ഓക്കെ, പോസ്റ്റ്പോണിന്റെ കുറച്ച് സിനോണിംസ് പിടിച്ചോടാ. ഡിഫർ ചെയ്യുക എന്ന് പറയും, ഒരു ഫ്രൈസൽ വെർബുണ്ട്, പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറയും, ഇതൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഹോൾഡ് ഓഫ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, പിന്നെ അജേൺ എന്നൊരു വാക്കും കൂടി ഉണ്ട്, അജേൺ ചെയ്യാതെ, പിന്നെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. യെസ്, ദ മീറ്റിംഗ് അണ്ടിൽ നെക്സ്റ്റ് വീക്ക്. അപ്പം അടുത്ത ആഴ്ച വരെ ഈ ഒരു മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യാൻ, മാറ്റി വെക്കാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? കമ്മിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം ചെയ്ത ആൾ, അഥവാ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാടാ? കമ്മിറ്റി. ഒറ്റ കമ്മിറ്റി അല്ലേ ഉള്ളൂ, 2 കമ്മിറ്റി ഉണ്ടോ? ഇല്ല. ഒറ്റ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആളെന്തായി? നമ്മളെപ്പോലെ സിംഗുലറായി, സിംഗിളായി. അപ്പം ഇത് സിംഗുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഈ വെർബും എന്താവണം? സിംഗുലർ ആവണം. അപ്പോൾ ഇവിടെ ഹാവ് ഡിസൈഡഡ് നല്ല വരിക. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കും? ഹാസ് ഡിസൈഡഡ് എന്ന് വരും കേട്ടോ. ഇവിടെ എന്ത് വരും? ഇവിടെ ഹാസ് ഡിസൈഡഡ് വരും. കാരണം കമ്മിറ്റി സിംഗുലറാ. ഇത് ആരുമായിട്ടാണ് എഗ്രിമെന്റിൽ പോകുന്നത്? കമ്മിറ്റിയുമായിട്ടാണ് എഗ്രിമെന്റിൽ പോകുന്നത്. കമ്മിറ്റി ഈസ് സിംഗുലർ ആൻഡ് ദാറ്റ് ഈസ് വൈ ഹാവ് എന്തായി തീരണം? ഹാസ് ആയി തീരണം. കാരണം എസ് ചേർന്നിരിക്കുന്ന ക്രിയാരൂപം മസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ കമ്മിറ്റി പോലുള്ള ആൾക്കാരെ കളക്റ്റീവ് നൗൺസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താണ് കളക്റ്റീവ് നൗൺസ്? കമ്മിറ്റി, അസംബ്ലി, ഗ്യാങ്, ഗ്രൂപ്പ്, ഇതിനൊക്കെ നമ്മൾ കളക്റ്റീവ് നൗൺസ്, കൂട്ടങ്ങളുടെ പേരുകൾ കേട്ടോ. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺസ് ഒരു 80% കേസിലും യൂഷ്വലി അതെന്താണെന്നറിയോടാ, ഗ്രാമറിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇപ്പം ടീം, ഗ്രൂപ്പ്, ഗ്യാങ് പോലുള്ള ഏത് പദമായാലും ഒരു 80% കേസിലും സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പറഞ്ഞു വെച്ചു എന്ന് മാത്രം കേട്ടോ. അടുത്ത് നോക്കിയേ, ദ ലെക്ചറർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഹാവ് പ്രിപ്പയർഡ് എ കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ഓൺ ദ സബ്ജക്ട്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായിട്ടുള്ളതാണ് കേട്ടോ. ടോട്ടൽ എന്നാണ് കോംപ്രഹെൻസീവ്. ഓക്കെ, യെസ്. ഇവിടെ നോക്കിയേ, ദ ലെക്ചറർ, ഇതാണ് ഒന്നാമത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അലോങ് വിത്ത് എന്നൊരു ഫ്രേസ് കാണാം, കുട്ടികളോടൊപ്പം തയ്യാറാക്കി എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സബ്ജക്റ്റ്. നിങ്ങളിങ്ങനെ തൽക്കാലം കരുതുക. ഒന്നാമത്തെ ലെക്ചറർ ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ആ ലെക്ചറും സ്റ്റുഡൻസും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ചെയ്തൊരു പ്രവർത്തനമാണല്ലോ, പ്ലൂരൽ അല്ലേ, അപ്പോൾ ഇവിടെ ഹാവ് പ്രിപ്പയർഡ് അല്ലേ വരിക? അല്ല. അതെന്താ അതിൻ്റെ വിഷയം എന്നറിയോ? നിങ്ങളിവിടെ അലോങ് വിത്ത് കാണുന്നില്ലടാ. അലോങ് വിത്ത് ഇത് ഇതൊരു സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ അലോങ് വിത്ത് പോലുള്ള ഏതെങ്കിലും ഒരു ഫ്രേസ് ഉപയോഗിച്ച് 2 സാധനങ്ങളെ ബന്ധിപ്പിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയുള്ള സെൻറ്റൻസിലുണ്ടല്ലോ, നമ്മുടെ ഈ വെർബില്ലേ, ഈ വെർബ് ഒന്നാമത്തെ ആളുമായിട്ട് മാത്രമേ കൂട്ടുകൂടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. അലോങ് വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ 2 നൗൺസിനെ നിങ്ങൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ വെർബ് കൂട്ടുകൂടുന്നത് എപ്പോഴും ഒന്നാമത്തെ ആളുമായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെർബ്. ഇതിതാ ലെക്ചറർ എന്ന് പറഞ്ഞ ഫസ്റ്റ് നൗൺ. ലെക്ചറർ ഇവിടെ സിംഗുലർ ആണ്. അപ്പം വെർബും എന്താവും? സിംഗുലർ ആവും. അപ്പം ഹാവ് അല്ല, ഇവിടെ എന്ത് വരും? ഹാസ് വരും. ഓക്കെ, അപ്പം അലോങ് വിത്ത് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം നമ്മൾ സ്റ്റുഡൻസിനെ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ സബ്ജക്റ്റില്ല, രണ്ടാമത്തെ നൗൺ അവിടെ വലിയ റോളൊന്നുമില്ല. ഡമ്മി സബ്ജക്റ്റ് ആണ്, ഡമ്മി നൗൺ ആണ്. നമ്മൾ ഒന്നാമത്തെ ആളെ മാത്രം പരിഗണിച്ചാൽ മതി കേട്ടോ. ലെക്ചറർ ഒരൊറ്റ അധ്യാപകനേ ഉള്ളൂ, സിംഗുലർ. അപ്പം അലോങ് വിത്ത് പോലുള്ള കുറച്ച് ഫ്രേസസ് ഉണ്ട്. അപ്പം നമുക്കൊന്ന് പഠിച്ചാലോ? പഠിക്കണ്ടേ? അപ്പം അതേപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ആളെ മാത്രം പരിഗണിക്കുക. അപ്പം ഒന്നാമത് നമുക്ക് അലോങ് വിത്ത് എഴുതാം. അലോങ് വിത്ത് ഉണ്ട്, അതുപോലെ തന്നെ ടുഗെദർ വിത്ത്, together with, as well as, in addition to, accompanied with, including,
ബിസൈഡ്സ് കേട്ടോ, എഴുതിയപ്പോൾ മാഞ്ഞു പോയതാണ്. ബിസൈഡ്സ്. അതുപോലെ നമ്മുടെ വിത്ത്, കമ്പൈൻഡ് വിത്ത്, നോട്ട്. ഇപ്പൊ ഈ ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചോടാ. ഇവര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആളെ, ഫസ്റ്റ് നൗണിനെ കൺസിഡർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ആളെ മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ക്ലിയർ? അടുത്ത നോക്കിയത് വൈൽ ദ സ്റ്റോം റേജ്ഡ് ഔട്ട്സൈഡ്. റേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കലിതുള്ളുക എന്നാണ്. കലിതുള്ളുക ഭയങ്കര എന്താണ്, പ്രക്ഷുബ്ധമായിട്ടുള്ള രീതിയിൽ കാറ്റടിച്ചു എവിടെ, പുറത്ത്. ദ ചിൽഡ്രൻ വാസ് പ്ലേയിങ് ഇൻ ദ ബേസ്മെന്റ്. അപ്പൊ കാറ്റിങ്ങനെ ഭയങ്കര റേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കുട്ടികൾ ബേസ്മെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ കളിക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്യുന്ന ആരാ? ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? നമ്മൾ സിംഗുലർ ആണെന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ചിൽഡ്രൻ എന്താണ്? പ്ലൂരൽ ആണ്. ചൈൽഡ് കുട്ടി, കുട്ടികൾ എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിൽഡ്രൻ ഈസ് പ്ലൂരൽ. ചിൽഡ്രൻ പ്ലൂരൽ ആയതുകൊണ്ടേ നമ്മുടെ വാസു വരുമോ? ഇല്ല, ഇവിടെ പ്ലൂരൽ ആവണ്ടേ സ്വാഭാവികമായിട്ടും. അപ്പം എന്ത് വരും? വേറെ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താടാ? വാസ് എന്താവും? വേറായി മാറും കേട്ടോ. അപ്പോൾ അതാണ് വേറെ. അപ്പോൾ ഭയങ്കര സിമ്പിളായി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ദ പോലീസ് ഹാസ് അറസ്റ്റഡ് ദ തീഫ് ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ റോബറി. റോബറി മീൻസ് കള്ളക്കടത്ത് അല്ലെങ്കിൽ മോഷണം, തെഫ്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. തെഫ്റ്റ് ചെയ്യുക, മോഷണം. അപ്പോൾ മോഷണത്തിന് കാരണക്കാരനായ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആരാ അറസ്റ്റ് ചെയ്തേ? പോലീസ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കിട്ടി, പോലീസ് സബ്ജക്റ്റ്. ഓക്കെ, ഈ പോലീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? നമ്മളിത് കേൾക്കുമ്പോൾ, പോലീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? സിംഗുലർ ആണെന്ന് വിചാരിക്കും. പക്ഷേ അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. പോലീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എപ്പോഴും പ്ലൂരൽ ആയിട്ടുള്ള ഒരു നൗണാണ്. അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് എപ്പോഴും എന്താണ്? പ്ലൂരൽ ആണ്. സിംഗുലർ പോലെ തോന്നും, പക്ഷേ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഹാസ് വരുമോ? ഇല്ല, പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് വരും. കാരണം ഇതും പ്ലൂരൽ ആവണല്ലോ, വെർബും പ്ലൂരൽ ആവണല്ലോ. അപ്പോൾ അവിടെ എന്ത് വരാതെ പോലീസ് ഹാസ് അല്ലെ പോലീസ് ഈസ് ഒന്നൊന്നും പറഞ്ഞേക്കരുത്. ദ പോലീസ് ആർ അല്ലെങ്കിൽ ദ പോലീസ് ഹാവ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നൗൺസ് ഉണ്ട് സിംഗുലർ പോലെ തോന്നുന്ന എന്നാൽ പ്ലൂരൽ ആയിട്ടുള്ള. അപ്പോൾ അതിലൊന്ന് പോലീസ് എഴുതാം, പിന്നെ കാറ്റിൽ, പൗൾട്രി, നൊബിലിറ്റി, ജെൻട്രി. ഇതൊക്കെ അങ്ങനെ കുറച്ച് നൗൺസ് ആണ് കേട്ടോ. സിംഗുലർ ആയിട്ട് തോന്നും, ബട്ട് ആക്ച്വലി ദേ ആർ പ്ലൂരൽ. ഓക്കെ, പോലീസ്, കാറ്റിൽ, പൗൾട്രി, നൊബിലിറ്റി, ജെൻട്രി തുടങ്ങിയ. ക്ലർജി ഉണ്ട്, പീപ്പിൾ, ഇതൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, കാറ്റിൽ. ക്ലിയർ? ഇപ്പം എന്താ പ്രത്യേകത? പ്ലൂരലാണ്. അപ്പം വെർബ് എന്താവും? വെർബും പ്ലൂരൽ ആയിരിക്കണം. ഓക്കെ, സോ എവ്രി വൺ ഇൻ ദ ടീം വാസ് എൻകറേജ്ഡ് ടു ഷെയർ ദെയർ ഐഡിയാസ് ഓപ്പൺലി. ഇപ്പം എല്ലാവരും, ടീമിലുള്ള എല്ലാവരെയും എന്ത് ചെയ്തു? നമ്മൾ എൻകറേജ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തരുടെയും ആശയങ്ങൾ കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ എവരി വൺ, എവരി വൺ അല്ലേടാ സബ്ജക്റ്റ്. എവരി വൺ ആരാന്നാ പറഞ്ഞത്? സിംഗുലർ. എവരി വൺ ആരാണ്? സിംഗുലർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബും ഏതാ? വെർബും സിംഗുലർ അല്ലേ? ഇത് സിംഗുലർ, വെർബ് സിംഗുലർ, പക്ഷെ ഒരാൾ മാത്രം ഇവിടെ പ്ലൂരലായിട്ട് നിൽക്കുന്നുണ്ട്, ദയർ. ഇത് പ്ലൂരലായിട്ട് അങ്ങനെ നിൽക്കുമോ? ഇവിടെ ഒരു മാലയിൽ ഇങ്ങനെ കോർത്ത്, അതായത് ഒരേ വലിപ്പമുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ മാലയിൽ കോർത്ത് വരിക. അപ്പോൾ സിംഗുലർ സിംഗുലർ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലൂരൽ വെക്കുന്നത് മോശമല്ലേ? ഈ ദയർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ എവരി വണ്ണിനെ സൂചിപ്പിക്കുന്നതല്ലേ ഈ ദയർ എന്ന് പറയുന്നത്. അപ്പം എവരി വൺ സിംഗുലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദയറും എന്താകണം? സിംഗുലർ ആവണ്ടേ? പക്ഷെ അവിടെ ദയർ പ്ലൂരലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ദയറിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹിസ് എന്ന് കൊടുക്കാം, ഇനി അതുമല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്.
ദയർ അവിടെ വെക്കാൻ പറ്റത്തില്ല, കാരണം അത് എവരി വണ്ണെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എവരി വൺ സിംഗുലർ ആണ്. അപ്പം സിംഗുലറിനൊരു പ്ലൂരൽ ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹിസ് വെക്കാം, അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ വെക്കാം കേട്ടോ. അപ്പം ദയർ ഐഡിയാസ് എന്ന് പറയില്ല. ആൻഡ് അടുത്ത് നോക്കിയേ, ദ ക്വാളിറ്റി ഓഫ് ദ ആപ്പിൾസ് ഇൻ ദിസ് ബാസ്കറ്റ് ആർ വെരി ഗുഡ്. ശരിയാണല്ലോ. ആപ്പിൾസ് പ്ലൂരൽ, 6 വെർബ് പ്ലൂരൽ, അങ്ങനെ കരുതാൻ വരട്ടെ. അതല്ല എടാ, നമ്മൾ ആക്ച്വലി ഇവിടെ ആപ്പിൾസിനെ കുറിച്ചല്ല പറയുന്നത്, അതല്ല നമ്മുടെ സംസാര വിഷയം. ആ ആപ്പിൾസിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ആ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റിയാണ്. ഒറ്റ ക്വാളിറ്റിയല്ലേ ഉള്ളൂ, വിച്ച് മീൻസ് സിംഗുലർ. അപ്പം ആപ്പിൾസ് അവിടെ നിൽക്കട്ടോ, ഓഫിന് ശേഷമുള്ള ഭാഗമൊക്കെ എപ്പോഴും അഡീഷണൽ ആയിരിക്കും കേട്ടോ. അത് പാരന്തറ്റിക്കൽ ഫ്രീസ് എന്ന് അത് ഗ്രാമറിൽ പറയാം, നോക്കണ്ട നിങ്ങൾ. ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദർ ഇസ് ഓൺലി വൺ ക്വാളിറ്റി അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ വരുന്ന വർബാണ് ഏത്? ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താവണടാ? ഈസ് ആവണം. ക്ലിയർ? എന്താവണം? ഈസ് ആവണം. ആറല്ല ഈസ് വരും, കാരണം എസ് ചേർന്നിരിക്കുന്ന സാധനം വേണമല്ലോ. അപ്പോൾ ആറല്ല, ഇവിടെ ഈസ് സി പാർട്ടിലാണ് ഇതിൻ്റെ എറർ. ആൻഡ് അടുത്ത് നോക്കിയേ, ദ ന്യൂ പോളിസി വിൽ എഫക്റ്റ് ഓൾ എംപ്ലോയീസ് ഇൻ ദ കമ്പനി. അപ്പം എല്ലാവരെയും ഈ പുതിയ പോളിസി ബാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വില്ലുണ്ട്, അതിനുശേഷമുള്ള വെർബ് നോക്കിയേ, എഫക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ബാധിക്കുക എന്ന അർത്ഥത്തിലല്ലേ വരിക. ബാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അഫക്റ്റ് ചെയ്യുക എന്നല്ലടാ പറയുക, എഫക്റ്റ് അല്ലല്ലോ, അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഫോം ഏതാണ്? എഫക്റ്റ് അല്ല, അഫക്റ്റ്. എഫക്റ്റിൻ്റെ അർത്ഥം ടു ഇൻഫ്ലുവൻസ് ചെയ്യുക, ബാധിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫലം എന്നാണ് അർത്ഥം കേട്ടോ. നൗണാണ്. ഓക്കെ. അപ്പം അത് നമുക്കിവിടെ ഒരു വെർബാണ് വേണ്ടത്. വില്ലിന് ശേഷം എപ്പോഴും നമ്മൾ വെർബല്ലേ ഉപയോഗിക്കുക. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത നോക്കിയത് ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ എൻജോയ്ഡ് ദ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ കച്ചേരി, ഡെസ്പൈറ്റ് ഓഫ് ദ ലൗഡ് മ്യൂസിക്. അപ്പോൾ നമ്മൾ ഈ ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോടാ? ഒരു പ്രതികൂല സാഹചര്യത്തിനിടയിലും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെസ്പൈറ്റ് ദ റെയിൻ വി വെന്റ് ഫോർ എ വാക്ക്. മഴയ്ക്കിടയിൽ നമ്മളൊരു നടത്തത്തിന് പോയി. അതുപോലെ വലിയ ശബ്ദത്തിനിടയിലും വലിയ മ്യൂസിക്കിനിടയിലും അവൾ എന്ത് ചെയ്തു? അവൾ അടിപൊളിയായിട്ട് ആ കച്ചേരി ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്നിരുന്നാലും എന്നർത്ഥത്തിലാണ് ഡെസ്പൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ നമ്മൾ ഡെസ്പൈറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ ഡെസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഉപയോഗിക്കരുത്. ഡെസ്പൈറ്റ് അങ്ങനെ തന്നെ നിന്നോട്ടെ, നമ്മൾ ആരും അതിനു വേണ്ടി കൂട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഡെസ്പൈറ്റ് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പം നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. റൂൾ ഭയങ്കര സിമ്പിളാണ്. Do not use of with despite. ഓക്കെ, ഡെസ്പൈറ്റിൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും ഓഫ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എറർ എവിടെയാണ്? സി പാർട്ടിലാണ്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു നിയമം കൂടി പഠിച്ച് നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഈ 14 ചോദ്യങ്ങളിലൂടെയും ഓരോ നിയമങ്ങൾ, അല്ലെ ഒന്നിൽ കൂടുതൽ നിയമങ്ങൾ ഞാൻ പറയുകയുണ്ട്. അതൊക്കെ വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇടുക കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.